ഈ രാത്രിയിൽ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുകയും ശ്രവിക്കുകയും ചെയ്യാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവെടുത്താണ്. ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആണല്ലോ. അപ്പം അതുകൊണ്ട് ആ നിലയിൽ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ആമേൻ ഹല്ലേലൂയ പാടിയാട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേല് ജയിക്കും. ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. ഇടിക്കണം പേകിൻ കോട്ട നാം ഇടിക്കണം, ജാതിഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. കൂടുവിൻ, സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനം ഒത്തല്ലാരും നിന്നിടുവിൻ. വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ജലവിടിൻ ബുദ്ധിജ്ഞാനത്തെയും ജലവിടിൻ, വസ്തു സമ്പത്തുകൾ ജലവിടിൻ, ധർമ്മജ്ഞാനത്തെ യേശുവിൻ സുവിശേഷം കൊണ്ടോടുവാൻ സ്തുതിച്ചിടും എല്ലാരും. ജയിക്കുമേ, ജയിക്കുമേ, സുവിശേഷം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോക ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കാലിന് അതിയായിട്ട് വേദനയുള്ളത് കൊണ്ട് ചിലപ്പം ഞാൻ ഒന്ന് ഇരുന്നെന്ന് വരും. എന്താ അജിപ്പാസ്റ്റേ, കുഴപ്പമില്ലല്ലോ. എന്നെ ഇരുത്താൻ ഒത്തിരി പേര് നോക്കുന്നുണ്ട്. അങ്ങനെയല്ല, കാലിന് വേദനയുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന്
ഇരുന്നെന്ന് വരാം. എൻ്റെ സ്നേഹിതനും കൂടാണ് കൊച്ചുമോൻ പാസ്റ്റർ. കർത്താവിന് മഹത്വം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. മോള് ഒന്നുകൂടെ വായിച്ചു. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേല് ജയിക്കും. മതി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേല് ജയിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉണർവ് യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രിയാണ്. അപ്പൊ ഇന്ന് എല്ലാവരും ജയിച്ചേ പോകാവൂ. ഇരിപ്പ് കണ്ടിട്ട് പരിവക്കേടാ ചിലരുടെ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാ, ജയിച്ചവന്റെ കൂടെ നിൽക്കണം. എല്ലാത്തിനെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകല ആൾക്കാരും തോറ്റ് തുന്നം പാടിപ്പോയവരാ. ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അവന് അവിടത്തെ പറ്റി എഴുതിയിരിക്കുന്ന. 5 മുതൽ വായിച്ചോ മോളെ. 3 മുതൽ വായിച്ചു. 3 മുതൽ വായിച്ചു. പുസ്തകം തുറക്കുവാനോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുന്നവനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാതെ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അടുത്തത്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ജയിച്ച ഒരുവനെയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും ജയിച്ചെന്ന്. ആ 3-ാം അധ്യായത്തിന്റെ 20-21 വായിച്ചേ മോളെ. വെളിപ്പാട് തന്നെ 3-ന്റെ 20-21. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അടുത്തത്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. അടുത്ത പദം. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് പറയുക ഞാനും ജയിച്ചു. 5-ാം അധ്യായത്തിൽ അവിടുന്ന് ജയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ പറയുക ഞാനും ജയിച്ചു. നമ്മളും ജയിക്കണം, വേണ്ടേ? ഈ പോക്കാ പോകുന്നെങ്കിൽ മിക്കവാറും. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനൊരു പദം കാണുന്നുണ്ട്, ജയിച്ചവര് വീണയും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. 15-ന്റെ 2 വായിച്ചേ. ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഇഞ്ചറായും തബലയും മൃദംഗവും ഹാർമോണിയായും പിന്നെന്തുവാ ഈ ഓർഗണും ഒത്തിരി ഉണ്ടല്ലോ. അതെല്ലാം ജയിച്ചവര് പിടിക്കണമെന്നാ. വായിരേ. ജയിച്ചവര് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് അപ്പൊ അവിടെയും ജയിച്ചവരാ. അവിടെ ഞാൻ ഇടയ്ക്ക് കയറി 1-2 പദങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വായിച്ച കുറുവാക്യത്ത് വരാം. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ പരാജയവും നിരാശയും തകർച്ചയുമൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല, എനിക്കിനി പരാജയം മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ആ ചിന്താഗതി ദൈവം മാറ്റി ദൈവം നിനക്ക് ജയം തരും. ഏത് വിഷയത്തിൽ പരാജയപ്പെട്ടോ ആ വിഷയത്തിൽ ദൈവം ജയം തരും.
ഏത് ദേശത്ത് പരാജയപ്പെട്ടോ ആ ദേശത്ത് ദൈവം ജയം തരും. ഏത് വിഷയത്തിൽ തകർന്നോ ആ വിഷയത്തിൽ ദൈവം നിനക്ക് വിടുതൽ നൽകും. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ഇതിന്റെ പശ്ചാത്തല ഭാഗം നമുക്കറിയാം. ഇസ്രായേല് മിസ്രയീം വിട്ട് യാത്ര ചെയ്ത് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് അവർ പ്രയാണം ചെയ്തു വരികയാണ്. മിസ്രയീമിലെ റമസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, ചോരത്തല ആചരിച്ചു. അങ്ങനെ ഇവര് ഒടുവിൽ ചെങ്കടല് കടന്നു. ചെങ്കടലെ കടക്കാതിരിക്കത്തക്ക വിധത്തിൽ ശക്തമായ പോരാട്ടം സംഭവിച്ചു. എങ്കിലും ദൈവം അതിന് ജയം കൊടുത്തു. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. മുൻപ് ചെങ്കടല്, ഇരുവശവും പർവ്വതം, പിറകിൽ ഫറവോന്റെ സൈന്യം. ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ടു. അപ്പൊ ഫറവോൻ പറഞ്ഞ പദമുണ്ട്, 15:9 വായിച്ചു. 15:9 ഫറവോൻ പറഞ്ഞത്. പുറപ്പാട് 15:9 വായിന്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ഇതാ ശാശി പറഞ്ഞത്. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, വാളൂരും, വെട്ടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഇങ്ങനെയൊക്കെ ഷാജി പറഞ്ഞ് പുറകെ വരിക, പിടിക്കുമെന്നും പറഞ്ഞു. പക്ഷെ ദൈവം തൻ്റെ ജനത്തെ ശത്രുവിൻ്റെ കയ്യിൽ കൊടുത്തില്ല. നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. പാറമേൽ ദൈവം നിന്നെ ഉയർത്തും. ആമേ. ശത്രുവിൻ്റെ ഇഷ്ടത്തിനും ശത്രുവിൻ്റെ ആലോചനയ്ക്കും ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അപ്പൊ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. നമുക്കറിയാം, ചെങ്കടലിനെ ദൈവം ശാസിച്ചു എന്നൊക്കെ വചനത്തിലുണ്ട്. പുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ദൂതൻ വന്ന് ഈ കടലിനിട്ട് ഒറ്റ അടിയടിച്ചെന്ന. കടലെന്ന് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഒരു ശക്തിയാണ്, ഒരു വ്യക്തി പ്രഭാവമാണ്, അല്ലെങ്കിൽ ശക്തിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനൊരു പദം കാണുന്നുണ്ട്, അനന്തരം ജലാധിപതിയായ ഒരു ദൂതൻ. ഇപ്പൊ ജലാധിപതി, ജലത്തിനൊരു അധിപതിയുണ്ട്, ദേശാധിപതി, ഓരോ ദേശത്തിന് ഒരു അധിപതി, ഓരോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്, വിശ്വാസങ്ങളുമുണ്ട്. ഓരോന്നിനും ഓരോ ആൾക്കാരുണ്ട്. അപ്പം ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ജലത്തിന് ഒരു വെള്ളത്തിൻ്റെ അധിപതി, അത് വരുണ ഭഗവാൻ എന്നാ പറയുന്നത്. വരുണൻ. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഈ ചെങ്കടലിന്മേൽ അധിവസിച്ച് വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, രഘബ്. രഘബിൻ്റെ തലയെ തകർക്കുമെന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഈ ശക്തി ദൈവജനത്തെ വിഴുങ്ങാൻ നിൽക്കുക. അപ്പോൾ ഈ ശക്തി എനിക്ക് ഇറങ്ങി വാ, എല്ലാത്തിനും ഞാൻ പിടികൂടുമെന്നും പറഞ്ഞ് ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക. പുറകെ പറവോൻ വരികയാ, ഞാൻ പിടിക്കും, പിന്തുടരുമെന്നും പറഞ്ഞു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവരിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെ അടുക്ക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ചെകുത്താൻ്റെ പറയുന്നില്ലെങ്കിൽ ആ മോന്ത കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുക. ഇരിപ്പ് ഭാവമൊക്കെ കണ്ടിട്ടേ. എത്ര പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും, ശത്രു പറഞ്ഞു ഞാൻ പിന്നാൽ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ വെല്ലും പിടിക്കും. വിദ്രുതമപകൃതം പത്രം ഞാൻ പാകിച്ചിടും. തൃപ്തിപ്പെടുമെന്നാൽമ പാത്രയെ കൊണ്ടു മുടൻ. ഉത്തരിച്ചാൻ വാളാൽ ഞാൻ നിഗ്രഹിക്കും. അവരെ പാടും പരമനു പരിചോട് ഞാൻ വാഴും. അവനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ.
വല്ലഭത്വസ്തംഭിതരായവർണേ നിൻഭുജ വല്ലഭത്വസ്തംഭിതരായവർണിൻ നിൻഭുജ വല്ലഭത്വം സ്തംഭിതരായവർണിൻ നിൻഭുജ വല്ലഭത്വസ്തംഭിതരായവർണിൻ നിൻഭുജ വല്ലഭത്വസ്തംഭിതരായവർണിൻ നിൻഭുജ വല്ലഭത്വസ്തംഭിതരായവർണിൻ സമ്പാദിത ജനം കടന്നു പോകും വരയും നിൻഭുജ വല്ലഭത്വസ്തംഭിതരായവർണിൻ സമ്പാദിത ജനം കടന്നു പോകും വരയും കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെയവർ കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെയവർ കുമ്പിനി നാഥനെ നിൻ മുൻപിൽ ഇരിക്കും അവർ പാടും പരമനു പരിചോദന ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവരെ ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവരെ ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവരെ തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവരെ തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കേൾപ്പുള്ള നിന്നപകശാൽപരാത്രി തന്നിൽ നിൽപ്പനരുളും പവൻ സൽപ ലഗനായി വാഴും പാടും പരമനു പരിചോദന വാഴും അവനു സതതം ജയം പാടും പരമനു പരിചോദന വാഴും അവനു സതതം ജയം പാടും പരമനു പരിചോദന ോടോ കൂടവേ കടലൂടെ തല്ലിത തേജസോടെ പ്രബല കടലൂടെ തല്ലിത തേജസോടെ പ്രബല പട്ടാൽ പാടും പരമനു പരിചോദന പാടും അവനു സതത ജയം പാടും പരമനു പരിചോദന അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചെങ്കടല് ദൈവജനത്തെ വിഴുങ്ങാൻ നിൽക്കുക. പുറകെ ഫറവോന്റെ സൈന്യം വരുന്നു, പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഇതിന്റെ നടുവിൽ ജനം പിറുപിറുത്തു. മോശയ്ക്കും ഭാരമായി. തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഉണ്ടാതിരിക്കാൻ പറയാം. ഈ സഭയിലാന്തേലും വീട്ടിലാന്തേലും വിശ്വാസവും പ്രത്യാശയില്ലാത്തവൻ ആ പൊന്നും കൊടുത്ത് വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്.
നീ ഒന്ന് രണ്ട് കാര്യത്തിനെ വാ തുറക്കാം. ഒന്ന് പല്ല് തേക്കണം, അത് അത്യാവശ്യമാണ്. പാസ് പറഞ്ഞല്ലോ വാ തുറക്കരുത്, ഞാനും വാ തുറക്കുകയല്ല പല്ല് തേക്കല. അത് എല്ലാം കഴിച്ചോണം, മുഴുവൻ അങ്ങ് കഴിച്ചു. പക്ഷേ വിശ്വാസവും പ്രത്യാശയില്ലാത്ത നീ ആത്മീക വിഷയത്തിൽ ഇടപെടരുത്. വിശ്വാസമുള്ളവൻ പറയണം, ദൈവം വിടുവിക്കും, യേശു സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും, ഈ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഞാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദേശത്തിൻ്റെ ദൈവം എന്നെ ഉയർത്തും, ഈ ദേശത്തിൻ്റെ ദൈവം എന്നെ മാനിക്കും, എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എൻ്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ വാക്ക് പറ. ഹല്ലേലൂയ. നിരാശകളുടെയും പരാജയത്തിന്റെയും തകർച്ചകളുടെയും പദപ്രയോഗങ്ങൾ പറഞ്ഞ് സമയം കളയാതെ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറ. എൻ്റെ ദൈവം എനിക്ക് ദോഷം വരുത്തുകയല്ല, എൻ്റെ ദൈവം എന്നെ ഉയർത്തും, എൻ്റെ ദൈവം എന്നെ മാനിക്കും, എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. ഇത് ഈ നിന്ന് പറയുന്നത് മുഴുവൻ പണ്ടപ്പരപ്പാ. ഇവര് ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടുപോകുന്നെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും പറ മിശ്രയുമില്ല. ബെന്തിക്കോസ് വന്നിരിക്കുന്നേ ഉള്ളൂ, മനതും ശരീരമല്ല അവിടെ തന്നെ. അതിൽ ഇപ്പോഴും പിന്നെ പ്രകടനത്തിന് പോകുന്നേ, കൊടിയും പിടിച്ചോണ്ടേ. കണ്ടിട്ടില്ലേ റോഡേ പോകുന്നേ? ഉപദേശമാര് വരെ പോകുന്നുണ്ട്. ഉണ്ട്, പോയില്ലല്ലോ, പോകണ്ട. വിശ്വാസം അടയാളം കിട്ടും. ഒന്നേ വിശ്വാസം അല്ലെ അടയാളക്കെട്ടായിരിക്കണം. ഇത് രണ്ടുമുണ്ട്. വിശ്വാസമുണ്ട്, നീ രക്ഷപ്പെടുകയില്ല. സി കെ ദാനിയേൽ പണ്ട് പറഞ്ഞ പോലെ രക്ഷപ്പെടുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. എടാ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ ദൈവത്തെ മാത്രം സേവിക്കണം. അതിനിടയ്ക്ക് മാമോന്റെ പുറകെ പോകരുത്. അതും വേണം, ഇതും വേണം, എല്ലാം വേണം. രക്ഷപ്പെടുകയല്ല. മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ശരീരം കൊണ്ട് മിശ്രയും വിട്ടുന്നേ കൊണ്ട് ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. തെളിവിന് ഒരു വാക്യം വായിച്ചു. ഒത്തിരി ഉണ്ട്, ഇപ്പൊ ഒന്ന് മതിയല്ലോ. അരിവെന്തോന്ന് എല്ലാം അരിഞ്ഞ് പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒന്ന് ഞെക്കിയാൽ മതി. മോള് വായിച്ചേ മോളെ, അപ്പോസ്തല പ്രവൃത്തി 7:38 ആയിരം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ. അങ്ങനെ വായിര്. മരുഭൂമിയിലെ സഭയിലിരുന്നവനും അടുത്തത് നമ്മുടെ പിതാക്കന്മാരുടെ വിശേഷമാ. കേട്ടോണം. ചെല്ലുപടത്തി നമ്മുടെ പിതാക്കന്മാരുടെ എന്തിനു പറപ്പിച്ചിങ്ങനെ പറയുന്നു? പിതാക്കന്മാരുടെ വിശേഷം കേട്ടോണം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോയി. ശരീരം കൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. പാട്ടുമൊക്കെ ഉണ്ട്. മോക്ഷയാത്രയാണിത്. നീട്ടി പാടുന്നുണ്ട്, ഹൈപ്പിച്ചിട്ടാ പാടുന്നത്. ഞാൻ എന്നെയും കൂടെ 1-ാം പ്രതി ഞാൻ കയ്യുമൊക്കെ അടിക്കുന്നുണ്ട്, മറുഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് ഇപ്പോഴും അതൊന്ന് ചൊവ്വിനെ വായിച്ച് കേൾപ്പിക്കൂ കൊച്ചേ, കേക്കട്ടല്ല. അത് തന്നെ വായിരും. പിതാക്കന്മാരുടെ വിശേഷമാ. പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക്. എങ്ങനെയുണ്ട്? ശരീരം കൊണ്ട് ഇവിടെ ഉണ്ട്. ചെല്ലുപടത്തിൽ ഞങ്ങൾ 30 കൊല്ലമായിട്ട് പെന്തിക്കോസിലാ. ചെല്ലുപടം ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലുണ്ട്. 500-ന്റെ മോട്ടറാണോ? ഞങ്ങളുടെ നടുമുറിക്കകത്താണ് ഇത് തുടങ്ങിയത്. ആയിക്കോട്ടെ. ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളുടെ ഒരു ഉപ്പാപ്പനും കൂടെ ആരംഭ സമയത്ത്, അതൊക്കെ നല്ല കാര്യം.
പക്ഷേ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. അതല്ലേ 28 കെട്ടിന് പോകുന്നേ, മാമോദീസായ്ക്ക് പോകുന്നേ, അടിയന്തരത്തിന് പോകുന്നേ, ആണ്ടിയാത്തത്തിന് പോകുന്നേ, ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോകുന്നേ, ഓണം ഉണ്ണാൻ പോകുന്നേ, ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നേ, ചരടും മേടിച്ചുകൊണ്ട് പോകുന്നേ, മാമോദീസായ്ക്ക് പോകുന്നേ. ആ മൂളിച്ച മാത്രമോ കേൾക്കുന്നുള്ളല്ലോ, അതെന്തിയാ? ഇതിൻ്റെയാ? ഏതിൻ്റെയാ അത്? ആ ഫാനിൻ്റെ മൂളിച്ചേ കേൾക്കുന്നുള്ളൂ. ശരീരം കൊണ്ട് മിശ്രയും വിട്ടു പോന്നെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതിലെ ഇപ്പോഴും പാട്ട് പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. മിശ്രയും വീട്ടതിൽ കദീപാനിലൊന്നും പാട്. ആ പാട്ടൊന്ന് വരിയൊന്ന് പാടിക്കേ. ഒന്നോടെ പാടി പാടാൻ പാടാവാരി പാടാന്ന് ഞാനിനി പറഞ്ഞു. അജിപ്പാസ്റ്റൊക്കെ ക്ഷീണം വരും. പുള്ളി നന്നായിട്ട് അറിയപ്പെടുന്ന ക്രൈസ്തവ ആത്മീക പെന്തിക്കോസ് ലോകത്തിലെ അറിയപ്പെട്ട ഗാനശുശ്രൂഷിക്കുന്ന കർത്തൃദാസന. മോളി സഭയിലാന്നോ? അല്ല, ആ വരവാ. അപ്പം മോളെ അങ്ങ് ഒഴിക്കുക, കുഴപ്പമില്ല. ഈ സഭയിലുള്ളവർ കൈ പൊക്കിക്കേ. ആരുമില്ല, ഇവിടെ ആരും ഇല്ലയോ? ആ നിങ്ങൾ പാടും. ഓത്രം പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല, പാട്ട് പാടാതൊന്നും വിടുകയല്ല. ആ ലുലിയോ ആ തോത്താന്ന് അതിലും കേട്ട് ഞാൻ ഇളകുന്ന ആളുമല്ല. ആ മോളെ ഏത് സഭയിലാണ് കൂടുന്നത്? ഐപിസി ഒന്നും പറയണ്ട, നാണക്കേടാ. അതിന് ഞാൻ പാടാം, നിങ്ങളോട് ചേർന്ന് പാടല്ലേ, നമുക്ക് പോയി പറ്റുണ്ടാകുകയല്ല. മിസ്രയീം വീട്ടതിൽ കദീപാനിലൊന്നും ആശ്വാസത്തെ ശമൻ മുൻപിലുണ്ട്. മിസ്രയീം വീട്ടതിൽ കദീപാനിലൊന്നും ഓ കൈകൊണ്ടു ദീർഘത വീടു മേടകളൊക്കെ യുംവാക്ത നാട്ടിൽ ഉണ്ട്. അമ്മ കൈകൊണ്ടു അട്ടെ, ഞാനധികം പറയുന്നില്ല, വെറുതെ എന്തിനാ. അപ്പൊ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ടാണ് ഈ മിശ്രയുമിലെ ചിന്തകളും വിചാരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ഇവർ പറയുക, മുമ്പ് ചെങ്കടൽ ഇരുശവും പർവ്വം വരുന്നു, അപ്പം പറഞ്ഞ് ചാകും, ഇനിയിപ്പം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നേ വെള്ളം കുടിച്ച് ചാകും, ഇല്ലേ ഷാജ് വന്ന് എന്തായാലും ചാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരിത് പറഞ്ഞ് ദൈവമേ ചാകും, പക്ഷെ ഒരു നല്ല ശവസംസ്കാരം കിട്ടുകയല്ലോ. അതെന്നാ? ഓ ഇവിടെ ഒരു നല്ല കുഴി പോലും വെട്ടാൻ ചെങ്കടലല്ലേ, അവിടെ കിടക്കുകയായിരുന്നെങ്കിൽ നല്ല അടക്കം കിട്ടിയേനെ. കാരണം യാക്കോബിനെയൊക്കെ അടക്കാൻ പോയത് ഇവർ കേട്ടിട്ടുണ്ട്. ഭയങ്കര അടക്കം. മിസ്രയീമിൽ നിന്ന് ഡെഡ് ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ മോനെ അവിടെ ഇരിക്കും, ഇനി എല്ലാവരും അവിടെ ഇരിക്കും. ആകെ മുതലും കാളെ വിറ്റത് അത് നിങ്ങൾ
അച്ഛൻ അവിടെ അംഗീകരിക്കേ, ഇവിടെ ഇരിക്കും. ഇനി അവിടെ ഇരുന്നു. അവിടെ ഇരി. ഇനി 9:15 എഴുന്നേക്കരുത് ഇവിടെ നിന്ന്. 9:15 എന്ന് പറഞ്ഞുകൊണ്ടാണ് വാച്ച് നോക്കിയത്. ഇല്ല, 9 നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, മിശ്രയിമിൽ ശവക്കൊടിയിലായിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കുഴി വെട്ടാനൊക്കെ അതിൽ നല്ല അടക്കം കിട്ടുകയല്ല. മിശ്രയിമിലാണ് നല്ല പെട്ടി അടക്കം, ആള്, ഓളം, ബഹളം, ഭയങ്കര പാട്ടുകാര്, മിശ്രയിമിലെ കോവിലെ അധികാരികൾ. ഇപ്പം ഈ നിങ്ങൾ അടക്കത്തിനൊക്കെ ചെന്ന് ഭയങ്കര കേമമല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ആൾക്കാർ മരണ വീട്ടിൽ അങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല അല്ലേ? വലിയ പഴയതുപോലുള്ള കരച്ചിലും സങ്കടമൊന്നും അതിൻ്റെ കാര്യം തന്നെ. ഒരു കാരണം പറയാം, ഒത്തിരി ഉണ്ട്. ഒരു കാരണം, ഇപ്പം പണ്ട് ഉദാഹരണമായി പറയുന്നത്, പണ്ടൊരു വീട്ടിലെ ഭർത്താവ് മരിച്ചാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നാടിയും ചിരട്ടയും പോലെ ആയിരിക്കും, ചെറുതാ. ആ സഹോദരി അമ്മ നോക്കുന്ന നാടിയും ചിരട്ടയും എന്ന് പറഞ്ഞ പഴയ ഭാഷയാണ്. അമ്മ അങ്ങോട്ട് നോക്കിച്ചിരിക്കുന്ന, ഇതൊക്കെയാണോ പുള്ളി പറയുന്നത്? ഇത്രയൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അമ്മ നോക്കിയാൽ ഞാൻ കണ്ട് അമ്മ നാടിയും ചിരട്ടയും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇച്ചിരി കാഴ്ചപ്പാടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളാണ്, വീട് കാണുകയില്ല, അഷ്ടിക്കും വക കാണുകയില്ല, കൂലിപ്പണി ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കുന്നത്. ചിലപ്പോൾ 10 സെൻറ്റ് സ്ഥലമാണ്, 4 ആൺപിള്ളേരുണ്ട്, 4ആയിട്ട് വീതം വെക്കേണ്ടതാണ്, 2 സെൻറ്റ് വെച്ച്. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവൻ അല്ലെ മക്കളുടെ അപ്പൻ, ഈ ഭർത്താവ് കടന്നു പോകുമ്പം മാനുഷികമായിട്ട് അഗാധ ദുഃഖം വരും. നാളെ എങ്ങനെ ആയിരിക്കും, അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും എന്നൊക്കെ ഉള്ള ചിന്താഭാരം. അപ്പം അതീവ ദുഃഖം ഉണ്ടാകും. കാരണം കുടുംബക്കാരും ചാർച്ചക്കാരും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നവരാ. സഹായിക്കാനൊക്കെ പരിമിതിയില്ലേ? എന്നാൽ ഇപ്പം അങ്ങനല്ല. ഇപ്പം എൻ്റെ ആങ്ങള ഗൾഫിലുണ്ട്, മൂത്ത ആങ്ങള അമേരിക്കയിലുണ്ട്, എൻ്റെ അനിയത്തി ലണ്ടനിൽ ഉണ്ട്. അവർ വന്നിലും വിളിച്ച് പറയും, കുഞ്ഞമ്മേ നീ ഭാരപ്പെടണ്ട, പിള്ളേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ദീനമായപ്പോഴേ പറഞ്ഞു, ഇനി ബേച്ചന് എന്തെങ്കിലും പ്രയാസം വന്നാലും ഭാരപ്പെടരുത്, ധൈര്യപ്പെടണം, പിള്ളേരുടെ കാര്യം എങ്ങനെയും +2 ചെയ്യിപ്പിക്കുക, ഞാൻ കാനഡയിലോട്ട് കൊണ്ട്. അപ്പോൾ ഇത് ആശ്വാസമാണ്. തന്നെയല്ല, കുഞ്ഞുങ്ങളൊരു കാര്യമായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടിഞ്ഞ് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറഞ്ഞ്. അതുകൊണ്ടങ്ങനെ വലിയ സങ്കടം ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പണ്ട് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും ആരും അതാ നീരും കരയും കാണുന്നില്ല, അതുകൊണ്ടാണ് കിടന്ന് അലക്കുകയും കൂവുകയും. പണ്ടും ഈ ബൈബിള് തന്നെ ആയിരുന്നു അല്ലേ? ഇത് തന്നെ ആയിരുന്നു പണ്ടും. സാഹചര്യം മാറിയെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഇത് ആഘോഷമായി, ശവസംസ്കാരമല്ല, ആഘോഷമാണ്. പ്രായമുള്ള അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ മിക്കയിടത്തും കണ്ടിട്ടില്ലേ? ഇപ്പോൾ അപ്പച്ചൻ്റെ കൊച്ചുമക്കളെല്ലാം കൂടെ വന്ന് ഈ കൊച്ചുമക്കളെല്ലാം തന്ത ജീവിച്ചിരുന്നപ്പോൾ ചെന്നൊരു പാട്ട് പാടുകയായിരുന്നു. അയാൾ 2 കൊല്ലം കൂടിയിരുന്നേനെ. ആ കളവൻ മരിക്കുന്നതിന് മുന്നേ ആഗ്രഹിച്ച കൊച്ചുമക്കളെ എല്ലാം കൂടെ ഒന്ന് കണ്ട, ഒരെണ്ണം ചെന്നുമില്ല, കണ്ടുമില്ല. എല്ലാവരുടെയും കാര്യമല്ല. ചത്ത് കഴിയുമ്പോൾ എല്ലാം വന്നിച്ച് ഇപ്പം പാസ്റ്റർ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഇനിയും കുടുംബത്തിന് വേണ്ടിയാണ് 1 മണിക്കൂർ വരുന്ന മനുഷ്യനെല്ലാം കുത്തിയിരിക്കുക. കുറ്റമല്ലേ പറയുന്നേ? ഈ അപ്പനും ഈ അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഈ മക്കളും മരുമക്കളും ദൈവദാസന്മാരാന്തേലും ദൈവമക്കളാന്തേലും ചെന്ന് അവരുടെ അടുക്ക ഇരുന്ന് കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുക. എന്ത് സന്തോഷമായിരുന്നു അവർക്ക്. അവരത് കേൾക്കാൻ ആഗ്രഹിച്ചതുവാ. അതെ, കൊച്ചുമക്കൾ അടുത്ത് വന്നിരുന്ന് അല്ലെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ 2 ദിവസം പാർത്ത് അവരിൽ നിന്ന് കാണാനും കേൾക്കാനും അറിയാനും അവരുടെ സമീപനവും സാമീപ്യവും ഒക്കെ ഇവർ കൊതിച്ചതാ. എന്നാലും ഒന്നും ചെന്നില്ല. പഠിക്കുമ്പോ പോലെ കിടക്കുമ്പോളാ
മെനയാന്ന് ദാനിയേൽ പ്രവചനം പറയാൻ പോലെ മെനെ. ഇപ്പൊ ഇതെല്ലാം വലിയ ആഘോഷമായി തീർന്നിരിക്കുക. ആട്ടെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, അങ്ങ് വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ഞാനിതിന് എതിര് പറഞ്ഞതല്ല. മക്കളാന്നേലും മരുമക്കളാന്നേലും കൊച്ചുമക്കളാന്നേലും ആ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ജീവിച്ചിരുന്നപ്പോൾ ചെന്ന് അവരും അത് പ്രതീക്ഷിച്ചതാണ്. ദൈവത്തിന് മഹത്വം. വലിയ ആഘോഷം, വലിയ ആർഭാടം, ഇതെല്ലാം മിസ്രയീമിൻ്റെതാണ്. ഞാൻ ആ ഭാഗം എടുക്കുക. അപ്പൊ ഇവര് പറയാ മിസ്രയീമിൽ ശവക്കുഴിയിലായിട്ടാണോ ഇവിടോട്ട് കൊണ്ടുവന്നത്? അതിപ്പോഴും ഹൃദയം കൊണ്ട് മിസ്രയീമില്ല. അതുകൊണ്ടല്ലേ ഇവര് പറഞ്ഞത് മിസ്രയീം ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം. അവിടെയും വില കൂടാതെ 11:4 വായിച്ച സംഖ്യ, നമുക്ക് അറിവുള്ള വാക്യം എന്നാലും വായിച്ചു. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്ത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. അതെന്തുവാ ഈ സമ്മിശ്ര ജാതി? എന്തോ മോളെ, സമ്മിശ്ര ജാതി, മിശ്രിതമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇസ്രയേലാണോ അതുമല്ല, മിശ്രൈമരാണോ അതുമല്ല, അതായത് സമ്മിശ്ര ജാതി. പെന്തിക്കോസ് ആണോ അതുമല്ല, എന്നാ സമുദായമാണോ അതുമല്ല, ഒരു പരുവത്തിന് പോവുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, സമ്മിശ്ര ജാതി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുക, ഇണങ്ങിയാലും പിണങ്ങിയാലും ഏതായാലും നീ ഈ മാർഗത്ത് വന്ന് നന്നായിട്ട് നിന്നോണം. സ്തോത്രം. ഏതായാലും ഈ മാർഗത്തിൽ ഇറങ്ങി നല്ലതുപോലെ നിന്നോണം. പെന്തിക്കോസ എന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. സ്തോത്രം. നീ ഒരു ദൈവമഹിതലാന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. നിരാശയും സങ്കടവും ഒന്നും ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം. ഇവിടെ സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അടുത്ത പദം, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള. അവിടെയും കാശ് മുടക്കി ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ പണ്ട് BT ജോസഫ് എന്ന് പറയുന്ന ആദരണീയ കർത്തദാസൻ മൺമറഞ്ഞു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, മാത്തന് പോത്ത് സൊളിവിൽ കാര്യം നടത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല, ഒറ്റ കല്യാണം വിടുകയല്ല. മനസ്സിലായി കാണും. എല്ലാവരുടെയും കാര്യമല്ല. ആരെങ്കിലും കല്യാണം വിളിച്ചാൽ മുഴുവൻ എണ്ണവും ഓട്ടോ പിടിച്ചാ പോകുന്നത്. ഇപ്പം വലിയ ഓട്ടോ ഉണ്ട്, എൻ്റെ പുറകിലും സ്ഥലമുണ്ട്, 3 കൊച്ചുങ്ങളെ അതിനകത്ത് വിട്ട് പോവുക. 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല. ഈ കല്യാണം വിളിക്കുന്നവർ അന്തസ്സായിട്ട് വിളിക്കും, എല്ലാവരും മരണേന്ന്. അതൊരു ശൈലിയാ, ഒരു രീതിയാ. ഉടനെ എല്ലാവരും അങ്ങ് പോവാന്നോ? വിളിച്ച അവർ പറഞ്ഞോ എല്ലാവരും ചെല്ലണമെന്ന്. പിന്നെ അതുങ്ങൾ കിടന്ന് പരക്കം പായുക. അത് വിളിയുടെ ഒരു നാട്ടു നടപ്പനുസരിച്ചാ എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊടിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല. അതെ. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതാ ഈ ഭക്ഷണ വിഷയമല്ലേ, അതെല്ലാം ഓർത്തിരിക്കുക. എന്തെല്ലാം ഉണ്ടെന്നെല്ലാം കൃത്യം പറഞ്ഞു. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചുറ്റുള്ളി. കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഏതാ? ഓർമ്മയില്ല മാസ്റ്ററെ. പഴയതുപോലല്ല, ഓർമ്മ ഒട്ടുമില്ല. ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ. മത്തങ്ങ, ചുമന്നുള്ളി, ചുറ്റുള്ളി, വെള്ളരിക്ക. സ്തോത്രം. അകത്തിപ്പോഴും മിശ്രയുമാണ്. ഒരു വാക്യം കൊണ്ട് വായിച്ചോ മോളെ. സംഖ്യാപുസ്തകം 14:4 വായിച്ചു. 2 മുതൽ വായിച്ചു. സംഖ്യ 14:2 മുതൽ വായിച്ചു. സഭയൊക്കെ അവരോട് വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും എല്ലാം കൊള്ളയായി തീരുമെന്ന്, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരും എല്ലാം കൊള്ളയായി തീരുമെന്ന് പറഞ്ഞ അടുത്ത വാക്യം,
നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാമെന്നും നമുക്ക് എലക്ഷൻ നടത്തണമെന്ന്. എലക്ഷൻ വോട്ട് പിടിക്കണം. നമുക്കൊരു തലവനെ നിശ്ചയിച്ചു. അവർ നിശ്ചയിക്കുന്ന നമ്മൾ ഈ ഇലക്ഷനാ വോട്ട്. ഇപ്പം ഞാനത് ഇവിടെ പറയുന്നില്ല, കാരണം അജി പാസ്റ്റർ ചിലപ്പോൾ ഹൃദയത്തിൽ ചിന്തിക്കും, അയ്യോ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യം ഇല്ല എന്ന് ചിന്ത വരണ്ട. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുക. അത് ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ടിടത്ത് പറഞ്ഞോളാം, പറയുന്നുണ്ടല്ലോ. നമുക്കൊരു തലവനെ എന്ന് പറഞ്ഞ നേതാവ് കളിക്കണം. നേതാവ് വോട്ടിട്ടോ ചീട്ടിട്ടോ കാശ് കൊടുത്തോ കമത്തി അടിച്ചോ കാല് വാരിയോ കുതികാല് വെട്ടിയോ വള്ളു പറഞ്ഞോ ചെളി വാരി എറിഞ്ഞോ അങ്ങനെയൊക്കെയാണല്ലോ നേതൃത്വത്തിൽ വരുന്നത്. അല്ലാതെ മാന്യമായിട്ടും നേരായിട്ടും യോഗ്യമായിട്ടും ദൈവകൃപയോടെ വരുന്ന എത്ര എണ്ണം ഉണ്ട്? എവിടെ ഉണ്ട്? അതിലും വെറുതെ ഇരിക്കല്ലേ ഒരാളുടെ പേര് പറ, അതെ ഇന്ന പുള്ളി ഇങ്ങനെ വന്നെന്ന്. ഒരാളുടെ പേര്. ഒരുത്തനെ തകർത്ത ചെല്ലിയ ഒരുത്തൻ കയറി വരുന്നേ, ഒരുത്തനെ ഒതുക്കിയ ചെല്ലിയ ഒരുത്തൻ കയറി വരുന്നത്. സൂത്രത്തിലും തന്ത്രത്തിലും അല്ലേ, ചതിവല്ലേ, വഞ്ചനയല്ലേ. പക്ഷെ അധിക നാൾ നിലനിൽക്കുകയല്ല. എന്നാൽ ദൈവം ചിലരെ ഉയർത്തും, ദൈവം ചിലരെ ചില സ്ഥാനത്താക്കും. അത് ദൈവത്താൽ വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു തലവനെ നിശ്ചയിച്ച് തിരിച്ചു പോകാമെന്ന്. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും അതാ ഈ ഡയലോഗൊക്കെ വരുന്നത്. 16:2 വായിര് മോളെ, 16:2 പുറപ്പാട് 16:2 വായിര്. 1 മുതൽ വായിച്ചോ, ഏതായാലും വായിക്കല്ലോ. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെ എലീമിനും സീനായ്ക്കും മധ്യയുള്ള ഈ മരുഭൂമിയിൽ വന്നു. അടുത്തത് ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ ഈ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട്. അടുത്തത് ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. എവിടാ? ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. അപ്പൊ അകത്ത് മിസ്രയീമാ. എന്നാ ഞങ്ങൾ അവിടെ സഭായം കൂടിയ കാര്യമല്ല പറയുന്നത്. പിന്നെ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. അയ്യോ ആ മാസ്യോഗത്തിന്റെ മീൻ എവിടെ നിന്ന് മേടിച്ചതാ മാമേ? അത് നല്ല ഓർമ്മയാ. ആ മാസ്യോഗത്തിന് ആ പാസ്റ്റർ പ്രസംഗിച്ച വാക്യം എന്തോ നല്ല വാക്യമാ. അത് പറയുമോ? മോരിന് പുളിയില്ലായിരുന്നു. ഈ മാസ്യോഗത്തിന് കാച്ചിയ മോര് കുടിക്കാൻ വന്നതാണോ? അത് തെറ്റാന്നല്ല പറഞ്ഞത്, ആത്മീയ ഓർത്തിരിക്കുകയല്ല. ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഞാനും നിങ്ങളുമല്ല ഇതൊക്കെയാ ഓർത്തിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചു. മിസ്രയീമിൽ ഇവർ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരുന്നതായിട്ടോ ഇറച്ചി തിന്നതായിട്ടോ ഒരു വാക്യം പോലും ഇല്ല. ഒരു വാക്യം പോയിട്ട് അരവാക്യമില്ല, അരവാക്യം പോയിട്ട് മുറിവാക്യമില്ല. ഇത് കള്ളം പറഞ്ഞതാണ്. ആരെവിടെ പോയിരിക്കാനാ? എവിടെ ഇരിക്കാൻ നേരം ഇറ്റിക കുഴ ചൂപ്പാട് വന്നിച്ച് പിന്നെ ഇവൻ്റെ എല്ലാം ഇടുപ്പ് തന്നെ കിടക്കുക. ഒന്നും കുഴയല്ലേ. പിന്നെ ആ കൂടെ കിട്ടുന്നത് ഉള്ളിയാ. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും തിന്ന് ഊപ്പാട് വന്ന അല്ല ഇറച്ചിയൊന്നും. ഇത് ചുമ്മാ ബെഡായി അടിക്കുന്നതാ. അങ്ങനെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ആരാന്നറിയാമായിരുന്നു. ഞങ്ങളുടെ ആൾക്കാരല്ല. പിന്നെ ചുമ്മാ ഈ നാടൻ ഭാഷ പറഞ്ഞാൽ കീർവാണം അടിക്കരുത്. നീ പറയണം എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു, എൻ്റെ ദൈവത്താൽ ദൈവം എന്നെ മാനിച്ചു. ഇതായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ടാണ് ഈ ഡയലോഗൊക്കെ വന്നത്. ഇവരും അതുപോലെ തന്നെ മിശ്രയും വിട്ട് ചെങ്കട തീരത്ത് വന്നു. ഫറവോൻ ഇവരെ പിടിക്കാൻ വന്നെങ്കിൽ ഇവർ ഭാരപ്പെട്ട് പിറുപിറുത്ത് മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറ. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടണം. വടിയെടുത്ത് 13:14 വായിച്ചേ മോളെ. എന്നാൽ ഇത് എന്ത് എന്ന് 14:13 14:13 അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ മിണ്ടരുത്. നീ ആവശ്യമില്ലാത്തതൊന്നും കയറി പറയരുത്. വിളിച്ച ദൈവത്തിനറിയാൻ നിന്നെ എത്തിക്കാൻ, വിളിച്ച ദൈവത്തിനറിയാൻ നിന്നെ പുലർത്താൻ. നീ അതിനിടയ്ക്ക് കയറി കുരുക്കും കുഞ്ഞായ്മയും ഒപ്പിച്ച് ആവശ്യമില്ലാത്തത് പറയരുത്. മിണ്ടരുത്. ഈ ഞാൻ പറയാറുണ്ട്, മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും പഠിക്കണം. ചിലക്ക് ഇത് രണ്ടും അറിയാൻ മേല. മിണ്ടാനും അറിയാൻ മേല, മിണ്ടാതിരിക്കാനും ഇത് രണ്ടും അറിയത്തില്ല. മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും പഠിക്കണം. സ്തോത്രം. ചില സമയത്ത് മിണ്ടരുത്, മൗനമായിട്ടിരിക്കണം. ധ്യാനത്തിക്ക് തീ കത്തും. ദൈവത്തിന് മഹത്വം. മിണ്ടരുത് ചില സമയത്ത്. ഭർത്താവും ഭാര്യയും കൂടെ കുടുംബജീവിതം നയിക്കുക, കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഭർത്താവ് അല്പം ശുണ്ടിയുള്ള ആളാണ്, അല്പം ഒരു മിണ്ടരുതെന്നാലും. എന്നിട്ട് ഏറ്റെന്നും പറഞ്ഞ് അയാൾ നല്ല പോടും. ഞങ്ങൾക്ക് ഒരു കൊച്ചമ്മ അച്ചായനും ഉണ്ടായിരുന്നു. രണ്ടുപേർ ചില പ്രായം ഉണ്ടെന്നാലും അച്ചായൻ പറയും, എടി മിണ്ടരുതെന്ന് പറഞ്ഞോ. മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ. ഉടനെ പിന്നെയും പുള്ളി, എടി നിന്നോടാ പറഞ്ഞ മിണ്ടരുത്. മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ. അന്നമ്മേ നിന്നോടാ പറഞ്ഞ മിണ്ടരുത്. ഞാൻ മിണ്ടുന്നില്ലെന്ന്. അങ്ങനെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയോ കൺവെൻഷന് പോയപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു, ആരാണ്, സാമുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പം ഒരു വീടിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞങ്ങോട്ട് വീടിൻ്റെ വാതക്കൽ അച്ചായൻ ഇരിക്കുന്നു. പുള്ളി ഉറക്കെ സംസാരിക്കുക, അലോകികമാണ്. അതിൻ്റെ 2 വീട് അപ്പറയാ ഫെയ്ത്തോം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊണ്ടുപോയത്. അപ്പം നടന്നങ്ങോട്ട് പോയി, വണ്ടി ചെല്ലുകയല്ല, നടന്നു പോവാം. പുള്ളി ആ വാദപ്പടിയിലിരുന്ന് നല്ല ഉറക്കെയാണ് വർത്താനം പറയുന്നത്. അപ്പോൾ ദൂരെ നിന്ന് കേട്ടാൽ പുള്ളിയുടെ ശബ്ദമേ കേൾക്കും. നമ്മൾ വീടിനടുത്ത് ചെന്നപ്പോഴാണ് തള്ളയകത്തിരുന്ന് ഓരോന്ന് പറയുക. അവർ പതുക്കെ അവിടെ അതിന് പുള്ളി ഉടനെ ഉറക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോയപ്പോൾ കണ്ട അതാ. ഞാൻ ശിവപാസ് പറഞ്ഞ അയാൾ ചുമ്മാ പാടില്ല, തള്ളയകത്തിരുന്ന് കുരുക്കൊപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ വെച്ചേ പറഞ്ഞു. സൂക്ഷിച്ച് അവിടെ ചെന്നപ്പം ഞങ്ങൾ കണ്ട തള്ളയകത്തിരുന്ന്. അപ്പം അതിന് പുള്ളി പറയുന്നത് ഈ ശബ്ദത്തിൽ അല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്ഥലമൊന്നും പറയുന്നില്ല. ഭാര്യയും ഭർത്താവോട് അഭിപ്രായ വ്യത്യാസം അയാളൊരു അടി അടിച്ചു. ഉടനെ പുള്ളിക്കാർ പറഞ്ഞു, എന്നെ അല്ല തല്ലേണ്ടതെന്ന്. എന്നെ അല്ല തല്ലേണ്ടത് മനസ്സിലായി കാണില്ല. അപ്പോൾ പുള്ളി വെച്ചു, പിന്നെ ആരെ അടി? അവരുടെ പേരും പറഞ്ഞു. നിങ്ങളുടെ അമ്മയെ തല്ലണമെന്ന്. അമ്മയെന്നല്ല പറഞ്ഞത്, വേറൊരു ഭാഷയാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അയാൾ പിന്നെയും തല്ലി. ചില സന്ദർഭത്തിൽ മിണ്ടാതിരിക്കണം, മിണ്ടരുത്. പുള്ളി അല്പം ശുണ്ടിയുള്ള ആളാ, കോപിഷ്ഠനാ. നിങ്ങൾ അന്നേരം മൗനം വീക്ഷിക്കണം. പുള്ളിയുടെ ആ കോപമൊക്കെ ഒന്ന് ശമിച്ച് കഴിയുമ്പോൾ വളരെ സ്നേഹത്തിൽ ചെന്ന് അന്നേരം പുള്ളി അത് അംഗീകരിക്കും. നിങ്ങളത് അങ്ങനെ ചെയ്യുന്നവർ കാണും. എന്നാൽ നിങ്ങളും കടന്ന് ബഹളം ഉണ്ടാക്കി പാടി കൊച്ചെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചു ചാടി അകത്ത് കയറി ഒരു ബാഗ്, അതിൻ്റെ ഒരു വള്ളി പൊട്ടിയതാ, എന്നാലും അത് വലിച്ചെടുത്ത് ഉടനെ പോവാ. 15 രൂപയും കിട്ടി തപ്പി നടന്നപ്പം. പെട്ടെന്ന് ബാന്ന് പറഞ്ഞു ഇട്ടതോ നൈറ്റി എടുത്ത് കുത്തി ഉടനെ ഇറങ്ങി. പകുതി വഴി വന്നപ്പോൾ ആ വീട്ടിൽ ഇരുന്ന് ചെരുപ്പാന്ന് വേണ്ട ഉള്ളതാട്ടെ. ഇതാണോ അതിൻ്റെ ജീവിതം? അല്ല. ശാന്തമായിട്ട് മൗനമായിട്ടിരിക്കണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും ജീവിതമൊക്കെ നയിക്കുന്നവർ, അതുകൊണ്ട് പറഞ്ഞതാണ്. മോശ ജനത്തോട് പറഞ്ഞു, മിണ്ടാതിരിക്കേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തമ്പുരാൻ ചെയ്ത പദ്ധതി തമ്പുരാൻ മോശയോട് പറഞ്ഞത്, ഈ ഒരു കാര്യം ചെയ്യും, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. അന്ന് രാത്രി ദൈവം ഒരു കാറ്റടിപ്പിച്ചു, ഉഷ്ണക്കാറ്റടിപ്പിച്ചു. ഒരു കാറ്റ് വന്നടിച്ച് ചെങ്കടലിനെ അടിച്ച് 7 കൈവഴിയാക്കി ചെതറിച്ച് നാം പുസ്തകത്തിൽ വായിക്കുന്നത് ചെരുപ്പ് നനയാതെ വരെ മറകര കയറ്റി. വായിച്ച മോളെ ആ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 15 തോന്നുന്നു, ഒന്ന് വായിച്ചേ. അതോ 13-ന്റെ 15 ഒന്ന് വായിച്ച്. ഒന്ന് വായിച്ച്. 13-ന്റെ 15 11-ന്റെ 15
11. 11:15. അണ്ട താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളില് യഹോവ മിസ്രയീം കടലിന്റെ നാവിന് യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. ഉന്മൂലനാശം വരുത്തും. ശ്രദ്ധിച്ചേ, അപ്പൊ ഈ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് വിഴുങ്ങാൻ നിൽക്കുകയല്ലേ, നിന്നെ വിഴുങ്ങാനായിട്ട് വായും പിളർന്നല്ലേ നിൽക്കുന്നത്. ആ നാവിന് ദൈവം ഉന്മൂലനാശം വരുത്തുവന്ന് ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ദൈവമക്കളെ വിഴുങ്ങുവാൻ അത് ഏത് ശക്തികളും പിളർന്നു നിന്നാലും നീ പതറരുത്. ദൈവം തമ്പുരാൻ അതിന് ഉന്മൂലനാശം വരുത്തുവന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഭജിക്കുന്ന ദൈവമക്കളെ അവൻ ദൈവജനത്തെ തകർക്കുവാൻ, വിഴുങ്ങുവാൻ, നശിപ്പിച്ച് കളയുവാൻ ഏത് സംഘടനയും ഏത് ശക്തിയും വായും പിളർന്ന് നിന്നാൽ ശത്രുവിന്റെ വായിൽ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിന്നെ സംരക്ഷിച്ച് അങ്ങനെയുള്ള നാവിന് ഉന്മൂലനാശം വരുത്തും. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് വായിരുമോളെ വായിക്ക് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ മറുകര കയറ്റും എന്ന് പറഞ്ഞാൽ അവന് സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ആരെങ്കിൽ പാരയൊരുക്കുന്നവനാ നമ്മുടെ ദൈവം. അവൻ മറുകര എങ്ങനെ കിടക്കുമെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂത് പറയുകയാ, ഈ ആടികളുടെ മധ്യത്തിൽ ദൈവം നിനക്ക് വഴിയൊരുക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. മുൻപ് ചെങ്കടൽ ആർത്തിന്റെ ചാലതിടായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച മുൻപിൽ ചെങ്കടലാർത്തിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആരെങ്കിലും പാടയൊരുക്കുന്നവനാ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്താൻ ഒരു ഉഷ്ണക്കാറ്റോട് കൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി ഇതിനെ അടിച്ച്, കാറ്റ് വന്നടിച്ചെന്ന എന്ന് പറഞ്ഞാൽ ദൂതൻ അടിച്ചെന്ന. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിയാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാകും. കോടി കോടി ദൂതന്മാരവിടെ ഉണ്ട്. അതും ശക്തിയും ബലവും ഉള്ള ദൂതന്മാരല്ലാതെ നമ്മളെ പോലെ കിണുക്ക് തെറ്റിയതൊന്നുമല്ല. ഓരോ ദൂതന്മാരുടെ ഇരിപ്പ് കണ്ടിട്ട് ബലമുള്ള ദൂതന്മാരാ. ഒരിക്കലൊരു ദൂതനോട് ദൈവം പറഞ്ഞു, നീ അശൂർ പാളയത്തിലോട്ടൊന്ന് പോയിച്ചു വരാൻ. അവൻ ചെന്ന് ഒറ്റയടി 1,85,000. സ്തോത്രം. നീ നിന്റെ ചെറുക്കനിട്ടടിച്ചപ്പോൾ അവൻ പുറം കൈക്ക് തടഞ്ഞ നിന്റെ കൈ ഉളുക്കി. അതാ നമ്മുടെ ബലം. ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഒറ്റയടി 1,85,000. വേറെ ദൂതനോട് പറഞ്ഞു, ഗുഹയ്ക്കകത്തൂടെ സിംഹ ഗുഹ ചെന്ന് സിംഹത്തിൻ്റെ വായടച്ചു. സ്തോത്രം. ഇതുപോലത്തെ ദൂതന്മാരാ നമുക്ക് കാവല്. ശക്തിയുള്ള ദൂതന്മാർ. ഒരു ദൂതൻ ഇങ്ങോട്ട് വന്നിച്ച് ചെങ്കലിനിട്ടൊരു ഒറ്റയടി, എൻ്റെ ഭാഷ പറഞ്ഞ രഹബിനിട്ടൊരടി, ഒറ്റയടി അടിച്ചപ്പോൾ 7 കൈവടിയായി ചെതറി വീതിയുള്ള പാലിരുങ്ങി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. ചെരുപ്പ് നനഞ്ഞില്ല. അതല്ലേ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ചില പ്രയോഗം തുവർന്നലം ഉണക്കി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ അങ്ങോട്ട് പോയപ്പോൾ പൂഴി പറന്നു. എവിടാ പൂഴി പറക്കുന്നെന്ന് ഓർക്കണം, ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ. ദൈവത്തിന് കഴിയും. ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ ആ പൂഴി ഇപ്പം പറക്കുന്നേ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ?
നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. നമ്മളായിരുന്നെ ആ സമയത്ത് പറയും, ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ വഴി ഉണ്ടായിരുന്നു, അതിലെ ഞാൻ അന്നാരോ പറഞ്ഞ ഈ വഴി പോകരുതെന്ന്. ഇയാൾ ഒറ്റ ഈ വഴി കൊണ്ടുവന്ന് അയാൾ ചുമ്മാ വടിയും കറക്കി മുന്നേ നടന്ന്, നമ്മളല്ല അതിൻ്റെ പുറകെ നടന്ന്. സ്തോത്രം. ഇപ്പം ആരാ കടന്ന് കുഴയെന്ന് ജാജ് പുറകെ ചെകുത്താൻ പുറകെ വരുന്നു കൊല്ലാൻ. മുൻപ് ചെങ്കടൽ എങ്ങനെ രക്ഷപ്പെടും? ഈ കൊച്ചുങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് അങ്ങ് വെപ്രാളം. നമ്മളാന്നെ പറയും, ഒരു ചെങ്ങാടം ഉണ്ടാക്കുമായിരുന്നെ 5 പേരെങ്കിലും അക്കരയ്ക്ക് പോകുമായിരുന്നെങ്കിൽ ഒന്നും വലിയ നാണക്കേടില്ലായിരുന്നു. സ്തോത്രം. വള്ളം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കയറി പോകാമായിരുന്നു. ഇതിനൊക്കെ ഒത്തിരി അഭിപ്രായം നമ്മൾ പറയാം. അപ്പോൾ ചോദിച്ചു, ബേച്ചാന് പതയ്ക്കാൻ അറിയാവുമെന്ന്. പുള്ളി പറഞ്ഞു, ഞാൻ പതച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ദൂരം പതയ്ക്കുമോ എന്നുള്ളതാ അഭിപ്രായമേ. സ്തോത്രം. നമ്മളെന്തല്ല അതാ പറഞ്ഞ, മിണ്ടാതിരി, ഒരെണ്ണം മിണ്ടാതിരി. ചുമ്മാ അതിൻ്റെ വിടുവായി തരം പറയാൻ മിണ്ടാതിരി. സ്തോത്രം. നമ്മൾ വല്ല ഇന്നത്തെ സാഹചര്യം അന്ന് മുഴുവൻ എഴുതി പിടിപ്പിച്ചേ, ഞങ്ങളിങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, എങ്ങനെയും ഒരു ചെങ്ങാടം അയച്ചു തരണം, കൊച്ചുവെള്ളം ഉണ്ടെങ്കിൽ അതാ കുറച്ചുകൂടെ നല്ലത്. എന്തെല്ലാം അഭിപ്രായം നമ്മൾ പറയും. ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ ഈ വഴി പോകണ്ടെന്ന്. വേറെ വഴി ഉണ്ടായിരുന്നല്ലോ, വായിച്ച മോളെ പുറപ്പാട് 13:17. വേറെ വഴി ഉണ്ടായിരുന്നെന്ന്. പുറപ്പാട് 13:17 പെട്ടെന്ന് വായിക്കു വച്ചേ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്ത വഴിയായിരുന്നു, അതിലെ വിട്ടില്ല. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതാ. ഏതാ? കനാനിലോട്ട് പോകാനേ എളുപ്പവഴിയാ. നമ്മളെല്ലാം എളുപ്പവഴി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കണക്കിൽ അങ്ങനല്ലേ, മാത്തമാറ്റിക്സിൽ അങ്ങനല്ലേ, എളുപ്പവഴിയിൽ ഇവിടെ കണക്ക് വന്നില്ലേ? കണക്കാന്നല്ലോ. അങ്ങനുണ്ട്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യണം. ഫറവോൻ ജനത്തെ വിട്ടുകച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി എടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതില് കൊണ്ടുപോയില്ല. പിന്നെ ചെങ്കടലിന്റെ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി എന്ന് പറഞ്ഞാൽ ദൈവം ഇവരെ ചുറ്റിച്ചു. ദൈവം ചുറ്റിച്ചതാ. നമ്മൾ പറയും ശാശാന്ന്. പക്ഷേ പ്രാർത്ഥിക്കണം, കുറച്ച് വർഷങ്ങളായിട്ട് ചുറ്റുക. അമ്പലപ്പടയാ, പള്ളിപ്പടയാ, പൗരോഹിത്യ ബന്ധന, ഓതിക്കെട്ടി, ചൊല്ലിക്കെട്ടി, ചൊലുത്തിക്കെട്ടി, അവിടെ കെട്ടി, അങ്ങനെ നമുക്ക് ചില ശൈലികളുണ്ട്. ചിലക്ക് അത് കേൾക്കുന്ന ഇഷ്ടവുമാണ്. അന്നേരം ഉറങ്ങുന്ന തള്ളും കൂടെ ഊറിന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ശൈലികളാണ്. അതൊക്കെ ഇതിനകത്തൊക്കെ ഓരോ പല വകുപ്പുകളുണ്ട്. ചില ശക്തികളെന്നൊക്കെ പറഞ്ഞാൽ മതി. ഉമ്മായിരിക്കുന്ന തള്ളം കയറി ഇളകും. അപ്പൊ ഇത് ഇവരെ ഇങ്ങനെ ചുറ്റിച്ചത് ശേഷല്ല, ദൈവം ചുറ്റിച്ചെന്നാണ്. ദൈവം ചുറ്റിച്ചതാ. അതെന്തിനാ ദൈവം ചുറ്റിച്ചത്? 2 കാരണമുണ്ട്, പ്രധാനമായിട്ട് 2 കാരണം. ഇവർ ഈ വഴി കൊടിഞ്ഞോട്ട് വീതിയുള്ള വഴിയാ, വിശാലമായ വഴി, രാജപാത എന്നാ പറയുന്നത്. രാജപാത ഏതാ? ചെങ്കടൽ കടക്കാതെ വേറെ വഴി ഉണ്ടായിരുന്നെന്ന്. അത് വലിയ വഴിയാ, നല്ല വഴിയാ, വീതിയുള്ള വഴി, വിശാലമായ വഴി. എൻ്റെ ഭാഷ പറഞ്ഞ ഹൈവേയാ. അപ്പൊ ദൈവം തമ്പുരാൻ ഇവരെ ഹൈവേ വിട്ടില്ല. നമ്മളെല്ലാം ഹൈവേ പോകാനിരിക്കുക. എൻ്റെ ഭാഷയിലെങ്ങ് പറയുക, ദൈവം ഇവരെ ഷോർട്ട് കട്ട് വേറെ വഴി കൂടാ വിട്ടത്. ഈ വേറെ വഴി കൂടെ വിടാൻ കാരണം അവിടെ എഴുതിയിട്ടുണ്ടെന്നൂടെ വായിച്ച മോളെ 13:17. ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തതാ. പെട്ടെന്നല്ല അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ ഇവരുടെ ഒരു കുഴപ്പടി എന്നാണെന്നറിയാമോ? ഇവർ ഈ വീതിയുള്ള വിശാലമായ രാജപാതയെ കൂടെ പോകുമ്പോൾ ഈ രാജപാതയുടെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. ഇത് ഇവർക്കറിയത്തില്ല, ദൈവത്തിനറിയാം. നമുക്കറിയത്തില്ല നമ്മുടെ വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ മുകളിൽ ഇരിക്കുന്ന ദൈവത്തിനറിയാം. അല്ല, മുകളിൽ ഇരുന്ന് നോക്കിയാലേ ഇതെല്ലാം അറിയാവുള്ളല്ലോ, ഇല്ലേ? ഇപ്പൊ 25 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ആ ഏരിയയിലുള്ളതെല്ലാം കാണാം. അതേസമയം 1 നില വീട്ടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ മരവും അപ്പുറത്തെ ഭിത്തിയും അവരുടെ ഓഴിക്കൂടും, അപ്പുറം ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നു.
അല്ല, നീ ആത്മീകമായിട്ട് ഉയർന്നെങ്കിലേ ഇതൊക്കെ തിട്ടമാകുള്ളൂ. വിമാനത്തിൽ പോയിട്ടുള്ളവരാണല്ലോ, ചോമ്പാസ്റ്റൊക്കെ ധാരാളം പോയിട്ടുള്ളത്, ഇവരുമൊക്കെ പോയിട്ടുള്ള. വിമാനം പൊങ്ങി പോകുമ്പോൾ മേളിലോട്ട് പൊങ്ങും തോറും നോക്കുമ്പം കൃത്യമായിട്ട് കാണാം. മുകളിലോട്ട് പോയെങ്കിൽ ഇതെല്ലാം കാണുള്ളൂ. അപ്പം മുകളിൽ ഇരുന്ന് നോക്കണം. ഉന്നതങ്ങളിൽ ഇരുന്ന് നോക്കുന്ന ദൈവത്തിനറിയാം അവിടെ ആരൊക്കെ ഉണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല. ഇവരിങ്ങനെ പാട്ട് പാടിയൊക്കെ പോകുക, പക്ഷേ ദൈവത്തിനറിയാം ഇവർ ഈ രാജപാതയെ കൂടി ഇവരെ വിട്ടാൽ, വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, രാജപാതയാ, വണ്ടി പോകുന്നത് ആ നല്ല വഴിയാ, വലിയ അല്ല കുഴപ്പമില്ലാത്ത വഴിയാ, കട്ടറൊന്നുമില്ല. പക്ഷേ ആ വഴിയിൽ കൂടി ഇവരെ വിട്ട് കഴിയുമ്പോൾ ഈ രാജപാതയുടെ രണ്ട് വശത്ത് ഫെലിസ്ത്യരുണ്ട്. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി, അങ്ങനെ എഴുതിയേക്കുന്നത്. ഫെലിസ്ത്യര്, ഈ ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ല ഭയങ്കര കടാമുട്ടന്മാരാ ഫെലിസ്ത്യര്. ഭയങ്കര നമ്മളെ പോലൊന്നും ഞൊട്ടച്ചാൻ പോലൊന്നും അല്ല, എല്ലാം നല്ല ഭയങ്കര. കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഒരു വാക്യം വായിച്ച മോളെ 17:4, ശൗമേലിൻ്റെ 1-ാം പുസ്തകം 17:4, ഫെലിസ്ത്യൻ്റെ പ്രകൃതി. പെട്ടെന്ന് വായിച്ചോ. 17:4, ശാമുവേലിന്റെ 1-ാം പുസ്തകം 17:4 താഴെ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന്, ഫെലിസ്ത്യന്റെ പ്രകൃതിയാ. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ എന്നൊരു കള്ളൻ പുറപ്പെട്ടു. അടുത്തത് അവൻ 6 മുഴു ഒരു ചാണം ഒരു ഇത് ഈ ടൈപ്പാ ഫെലിസ്ത്യര്. 6 മുഴു ഒരു ചാൺ നെടുപ്പം. പിന്നെ പ്രകൃതം ആയിരേ. അവന്റെ തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ട്, ചുമലി താമം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിൽ പോലെ, കുന്തത്തിന്റെ അലക് 600 ശെക്കേൽ ഇരുമ്പ്. ഈ ടൈപ്പ് സാധനങ്ങളാ ഫെലിസ്ത്യര്. ഈ രാജപാതകളുടെ രണ്ട് വശത്ത് യവന്മാരുണ്ട്. ഇവര് കുഞ്ഞാടിനെയൊക്കെ അറുത്ത് ചോരത്തളി ആചരിച്ച് പാട്ടുമൊക്കെ പാടി അങ്ങോട്ട് പോവുക. പറവോന് ഞാനിനി ആട്ടെ ചേർന്ന് പാടുകയാട്ടെ, കരങ്ങൾ വീശി വീശി പാടുക, ഒരിക്കൽ കൂടി ശക്തിയോടെ. അങ്ങനെയൊക്കെ ആണല്ലോ ചിലര് പറയുന്നത്. പോരാ പോരാ, ഉപ്പം കൂവം പോലെ നിന്ന്. ഉപ്പൻ അങ്ങനല്ലേ, രാവിലെ ശ്രദ്ധിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവരെ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി പാട്ടും അങ്ങോട്ട് പാടി ചെന്ന് പോകുമ്പോൾ ഈ രണ്ട് വശത്തും പതിയിരിക്കുന്ന 6 മുഴ ഒരു ചാണ് നടപ്പുള്ള വെലുത്ത മല്ലന്മാർ കിടക്കുക. ഇവന്മാർ കയറി അടിക്കും ഇവനെയല്ല. അടി ഉള്ളുമ്പോൾ ഇവനെല്ലാം തിരിച്ച് മിസ്രൈമിലോട്ട് ഓടിപ്പോവും. വീതിയുള്ള വഴിയല്ലേ, ഓടരുതോ? ഇത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ വീതിയുള്ള വിശാലമായ പെരുവഴി കൂടി ദൈവം ഇവരെ വിട്ടില്ല. കാരണം പറയും ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ഫെലിസ്ത്യരാന്നെ ഭയങ്കര യുദ്ധതന്ത്രജ്ഞന്മാരാ. അവർക്ക് യുദ്ധം അറിയാം, നല്ല ഒരുക്കത്തോടാണ് നിൽക്കുന്നത്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. ഇവർക്ക് രണ്ട് കാര്യം നന്നായിട്ട് അറിയാം. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. കുഴയ്ക്കാൻ എന്തുവാ? വർഷങ്ങളായിട്ട് കുഴയാ. നന്നായിട്ട് ചില വിഷയം കൊടുത്താൽ കുഴച്ച് കയ്യിൽ തരും. തലയാഴ്ച കൊടുക്കണം, പിറ്റേ ആഴ്ച നന്നായിട്ട് കുഴയ്ക്കാനറിയാം. ചിലരെ കമ്മിറ്റിയിലൊരു വിഷയം ഇട്ടാൽ മതി, അവൻ കുഴച്ച് അന്നേരം അത് കയ്യിൽ തരും. കൗൺസിലിലെ കമ്മിറ്റിയിലെ നന്നായിട്ട് കുഴയ്ക്കും. കുഴയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുഴയ്ക്കാനറിയാം, നന്നായിട്ടറിയാം. ഒന്ന് കുഴയ്ക്കാനറിയാം, 2 കഴിക്കാനും അറിയാം. ചോദിച്ച് മേടിച്ച് കഴിക്കും. അത് നല്ലതാ, നല്ലതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്യാണത്തിനൊക്കെ ചെല്ല് പോയി നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് ആ വറുത്ത് വെച്ചൊക്കെ മുഴുവൻ ആദ്യം തിന്നും. ഒരു 4-5 സൈസ് ജ്യൂസ് ഉണ്ട്, അത് എല്ലാത്തിൽ നിന്നും എടുത്ത് കുടിക്കും. കല്യാണത്തിനിടെ പിന്നെയും വന്ന് കുടിച്ചേച്ച് പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടല്ലോ, അത് മുഴുവൻ നന്നായിട്ട് കഴിക്കും. പിന്നെ അവിടെ ഫ്രൂട്ട്സും ഒക്കെ അത് മുഴുവൻ എടുത്ത് നല്ലൊരു തള്ള കുറച്ച് ബാഗിലൂടെ ഇട്ടുകൊണ്ട് പോകുന്ന കണ്ട് ചുമ്മാ ഇരിക്കുകയല്ലേ. കഴിക്കുന്നതിന് ഞാൻ എതിര് പറഞ്ഞതല്ല, കഴിച്ചോ. 2 കാര്യം അറിയാം നന്നായിട്ട്. ഒന്ന് കുഴയ്ക്കാനും അറിയാം, 2 കഴിക്കാനും അറിയാം. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഞാനിവിടെ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് ഈ ഭൗമികമായ യുദ്ധമല്ല, ആത്മീക യുദ്ധം.
ദൈവമക്കൾക്ക് ആത്മീക യുദ്ധം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. എന്താ നമ്മുടെ ആയുധം? എഫേസ്യ ലേഖനം 6:10 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാനത്തിന് സുവിശേഷം കാലിന് ചെരുപ്പാക്കി രക്ഷയുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് വിശ്വാസത്തിന്റെ പരിചയമേന്തി പോരാ, സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. നിരന്നിടുമീൻ നിരം നെടുമീൻ പോർവീരരായി സുധീരരായി നിരം നെടുമീൻ നിരം നെടുമീൻ പോർവീരരായി സുധീരരായി ധരിപ്പിൻ ധരിപ്പിൻ സർവായുധ മാർഗം ധരിപ്പിൻ ധരിപ്പിൻ ആത്മാവിൽ ധരിപ്പി ആത്മാവിൽ ധരിപ്പി വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുമീ ജയത്തിൻ കോട്ടികൾ വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുമീ ജയത്തിൻ കോട്ടികൾ എക്കാലം എക്കാലം ധ്വനിപ്പകാലമായി എക്കാലം എക്കാലം ധ്വനിപ്പകാലമായി മൽപ്രിയൻ വരുന്നു മൽപ്രിയൻ വരുന്നു പോരാട്ടമുള്ളത് പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല ജഡീകരോടല്ല പോരാട്ടമുള്ള സ്വർലോക സ്വർലോക ദുഷ്ടാത്മസേനയെ സ്വർലോക സ്വർലോക ദുഷ്ടാത്മസേനയെ 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 വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുവീൻ ജയത്തിൻ കോട്ടികൾ വിശ്വാസികളെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ചില വഴി വിശാലമായ വഴിയും വീതിയുള്ള വഴി നല്ല വഴിയെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഇരുവശത്തും പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ അതിലെ വിടുകയല്ല. ഇവരെ ദൈവം കറക്ക് നടത്തി ഞാൻ ഓടിച്ച് പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പം രണ്ട് കാര്യം അറിയുള്ളൂ. ഒന്ന് കഴിക്കാനും രണ്ട് കുഴയ്ക്കാനും. യുദ്ധം ചെയ്യാൻ അറിയാൻ മേല, അറിയത്തില്ല. ഞാൻ ആ യുദ്ധം എന്ന് ഉദ്ദേശിച്ച ആത്മീയ യുദ്ധമാണ്. പെന്തിക്കോസ് വന്നിട്ട് 25 കൊല്ലം ഇപ്പോഴും പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആശീർവാദം പറയാൻ ചിലർക്ക് അറിയത്തില്ല. നാളൊക്കെ ആശീർവാദം കൊടുത്തു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കർത്താവേ രാവിലെ മുതൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരുന്നു. പിന്നെ അങ്ങ് പ്രാർത്ഥനയായി. അറിയത്തില്ല. ആ വരവും ഇരിപ്പുമൊക്കെ കണ്ടാൽ പൗലോസ് പോലും എൻ്റെ മുന്നിൽ പൗലോസാണ്. അപ്പോൾ പണി നോക്കാൻ പറ പൗലോസ്. അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയാൻ മേല, പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, പാട്ടറിയത്തില്ല. നോക്കി പാടിയാലും തെറ്റിക്കുക. വേറെയൊക്കെയാ പാടി വെക്കുന്നത്. അതിനകത്ത് പാട്ടെഴുതിയ പുള്ളി അന്തം വിടുക. ഞാനിങ്ങനെ ഒരു ലൈൻ പുള്ളി അകവാള് വെട്ട് കൈത് കേട്ടോണ്ട് എന്തെല്ലാം വെടലത്തരങ്ങളാണ്. സ്തോത്രം. അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പോരാടി പ്രാർത്ഥിക്കാൻ ഇതുവരെ ശീലിച്ചില്ല. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി യുദ്ധം ചെയ്യാൻ ശീലിക്കണം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നീ പോരാടി പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്ന്. രണ്ട് കാര്യം അറിയാം, കുഴയ്ക്കാനും കഴിക്കാനും. യുദ്ധം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ദൈവം ചുറ്റിച്ചു, വേറെ വഴി കൂടെ വിട്ടു. ഞാൻ ഓടിച്ചങ്ങ് നിർത്തിയേക്ക് ആ ഭാഗം അങ്ങനെ നടത്തി. ചെങ്കടലുമൊക്കെ കടത്തി മരുഭൂമി കൂടെ യാത്ര ചെയ്ത് വന്ന് ഇവരെ ഷൂർ മരുഭൂമിയൊക്കെ കഴിഞ്ഞ് എലീം മാറ കഴിഞ്ഞു, എലീം കഴിഞ്ഞു, സീൻ മരുഭൂമി വന്ന് ഒടുവിൽ രബീദീമിലെത്തി. നീ ഓടിച്ച് പറയാം. രബീദീമിലെത്തിയപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഒരു വഴക്കുണ്ടാക്കി. ഇവർക്ക് തൊഴിലാണ് ആ വഴക്ക. ഇപ്പം പ്രാർത്ഥന ആയതുകൊണ്ട് പമ്മിയിരിക്കുന്നതേ ഉള്ളൊരു 3 മണിക്കൂർ. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ തന്നെ നിറം വെളിപ്പെടും. സ്റ്റെപ്പ് ഇറങ്ങണ്ട, 2ാമത്തെ നിലയിൽ ചെന്നപ്പോഴേ ഉടക്കായി. ഇങ്ങോട്ടോ എന്നാ പറയാ, അങ്ങ് പൊക്കോ. താഴെ ചെന്നില്ല. ഉടനെ പുള്ളി തിരിഞ്ഞേച്ച്, മേലിൽ ഇനി എന്നെ ഇത്ര കോളിന് താഴത്തെ ഇത് 3 നിലയല്ലേ, 2ാം നിലയിൽ ചെന്നപ്പോഴായി.
താഴെ ചെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാം, നിങ്ങൾ ഓട്ടോയിൽ പൊക്കോളാം. ഇതാ നമ്മുടെ പ്രകൃതി. വഴക്കാന്ന്, വഴക്കാ. അപ്പൊ ചുരുക്കി പറഞ്ഞ് കൂടെ കൂടെ ഓടിപ്പോകുന്ന എങ്ങോട്ട് പോവാ? ഞാനും പെട്ടെന്ന് നിർത്താം, നമുക്ക് എല്ലാവർക്കും പോകാം. നീ തന്നെ കൂടെ കൂടെ പോകുന്നത്, ഞങ്ങളും പോവാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവര് വഴക്കുണ്ടാക്കും. ഈ ജബീലിൽ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, വെള്ളം കിട്ടാതെ വന്നപ്പം വഴക്കുണ്ടാക്കി. ചെറിയ വഴക്കല്ല, മോശം എറിഞ്ഞു പടത്താൻ കരിങ്കല്ല് കയ്യിലെടുത്തു. വഴക്ക് രൂക്ഷമായി. എറിഞ്ഞ് കൊല്ലടാന്ന് പറഞ്ഞ ഇയാളെ ഒറ്റ ഒരുത്തനാ നമ്മളെ കിട്ടി. മോളെ 17:4 വായിച്ചേ. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. പുറപ്പാട് 17:4 പെട്ടെന്ന് 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 വായിച്ചു. വടക്ക് രൂക്ഷമായപ്പോ മോശ ദൈവത്തോട് നിലവിളിച്ചു, എന്റെ ദൈവമേ, ഈ ജനത്തിന് ഞാൻ എന്തോ ചെയ്യുന്നു? ഇവരെന്നെ കല്ലെറിയാൻ പോകും. അപ്പൊ എല്ലാത്തിൻ്റെയും കൈ കരിങ്കല്ലിരിപ്പുണ്ട്. ഡ്രമ്മും സൈഡ്രമും എല്ലാം കളഞ്ഞു. സിയോൻ ഗീതാവിലെയും സംഗീത രത്നാവലിയും ബൈബിളും NIV KJV ഒക്കെ ദൂരോട്ടിറങ്ങി. മറ്റേത് 2 കമ്പുമായിട്ട് സൈഡ്രം അതിലെടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഇപ്പൊ എന്നാ? കരിങ്കല്ല് മുഴുവൻ, എല്ലാത്തിൻ്റെയും കൈ കരിങ്കല്ല. മോശ നോക്കിയപ്പോ എല്ലാത്തിൻ്റെയും കൈ കരിങ്കല്ല് കണ്ടേച്ച് മോശ പറയാ, എൻ്റെ ദൈവമേ എന്തോ ചെയ്യും? എന്നെ കല്ലെറിയാൻ പോകുന്നെന്ന്. സകല എണ്ണത്തിൻ്റെയും കൈ കരിങ്കല്ല്. പുറപ്പാട് പുസ്തകം വായിക്കേണ്ട 15:20 ഇവര് തപ്പെടുത്തവരാ. പുറപ്പാട് 15:20 ഇവര് തപ്പെടുത്തു. അങ്ങനല്ലേ മോളെ? 15:20 വായിച്ചേ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. അപ്പൊ 15:20 തപ്പെടുത്തവര് 17:4 കരിങ്കല്ല്. അപ്പൊ ഇവരെ എല്ലാത്തിനും കൊള്ളാം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് വേറെ പുസ്തകം എടുത്തോണ്ട് ഞായറാഴ്ച വരികയും ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ പാർട്ടിയുടെ കൊടിയും പിടിച്ചോണ്ട് ഇവര് പൊൻകുന്നത്തൂടെ മനസ്സിലാകുന്നില്ല. വെള്ളസാരി ഉടുത്തോണ്ട് അമ്മാമ്മ ഞായറാഴ്ച സഭയിലും വരും. പിന്നെ വേറെ കളറിലെ സാരി ഉടുത്തോണ്ട് പ്രകടനത്തിനും മനസ്സിലാകുന്നില്ല. സ്തോത്രം. സെക്രട്ടറി കളിച്ച് ഞായറാഴ്ച സഭയിലും വരും, ചൊവ്വാഴ്ച പരിപാടിക്ക് എല്ലാത്തിനും കൊള്ളാം, എല്ലാത്തിനും കൊള്ളാം. ചിലരുടെ മുഖത്തൊരു പരിവക്കേടൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് രോഗവും പിടികിട്ടി. സ്തോത്രം. 15:20 തപ്പെടുത്തവര് 17:4 വന്നപ്പം കരിങ്കല്ല് കയ്യിലെടുത്തു. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവ് കൊണ്ട് മറ്റൊരുത്തനെ ശപിക്കരുത്. ഒരു ഉറവയിൽ നിന്ന് എങ്ങനെ കയ്പും മധുരവും പുറപ്പെട്ടു വരുന്നത്? സ്തോത്രം. ഇവര് കരിങ്കല്ല് കൈയെടുത്ത് വഴക്കുണ്ടാക്കിയപ്പോൾ ക്ഷീണിച്ച് തകർന്നു പോയപ്പോൾ ഇവർ പുറകിൽ പോയി. അപ്പോൾ അമാലിക്കിന്റെ ശക്തികൾ പുറകിൽ കൂടെ കയറി വന്നു. അമാലിക്ക് കയറി വന്നപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. അമാലിക്ക് കയറി വരിക. അമാലിക്ക് കൊള്ളക്കാരാ. ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരങ്ങൾ തീർത്ത് കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളാണ് അമാലിക്കിൽ. കുലത്തൊഴിൽ കൊള്ളയാ. ഇസ്രായേൽ മക്കളെ കൊള്ളയടിക്കാൻ വന്നതാ. കാരണം ഇസ്രായേൽ മക്കളുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നുമുണ്ട്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അപ്പോൾ ടൺ കണക്കിന് ഇവരുടെ കയ്യിൽ വെള്ളിയും പൊന്നുമുണ്ട്. മിസ്രൈമിനെ കൊള്ളയിട്ടല്ലേ വന്നേ. അപ്പോൾ കൊള്ളക്കാരാകുന്ന അമാലിയക്കാർക്ക് അറിവ് കിട്ടിയ ഒരു വലിയ കൂട്ടം വരുന്നു. ടൺ കണക്കിന് വെള്ളിയും പൊന്നുമുണ്ട്. ഇവരെ കൊള്ളയടിക്കണം. കൊള്ളക്കാരാകുന്ന അമാലിയക്കർ കയറി വന്ന് പ്രാരംഭത്തിൽ കൊള്ളയടിക്കാൻ ഒത്തില്ല. കാരണം അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ചെങ്കടലിഞ്ഞോട്ട് കയറിയപ്പോൾ ഒറ്റ ബലഹീനൻ തപ്പെടുത്ത് അടിച്ച് നൃത്തം ചെയ്യല്ലേ. അമ്മാമ്മ സഹോദരി സമാജത്തിൻ്റെ പ്രസിഡന്റ് അടിച്ച് മിന്നി. സഹോദരിമാർ കൂടെ പരസ്യയോഗം, രഹസ്യ പ്രാർത്ഥന, കോട്ടേജ് മീറ്റിംഗ്, ഉണർവ് യോഗം. പിന്നെ ഇറങ്ങിയ സമയത്ത് നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. അത് ഹൈറേഞ്ചിനാണ് വണ്ടി പോകുന്നത്, നോൺ സ്റ്റോപ്പ്. അങ്ങ് ഭയങ്കര ഉണർവാണ്. പവർ കോൺഫറൻസും പവർ മീറ്റിങ്ങും ഒക്കെ ആയിരുന്നു. ഇപ്പൊ തന്നെ രബീലിൽ വന്നപ്പോൾ പവറുമില്ല, ഫയറുമില്ല, തമ്പേറുമില്ല, സൈട്രമുമില്ല, ഒന്നുമില്ല. ഇപ്പൊ എല്ലാത്തിൻ്റെ കൈ കരിങ്കല്ലെടുത്തവനെല്ലാം പുറകിൽ പോയി മിണ്ടുന്നില്ല. മിണ്ടാട്ടോ ഇല്ല, ഉരിയാട്ടോ ഇല്ല, പമ്മി ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രമാ. ഏറ്റവും പുറകിൽ പമ്മി ഇരിക്കുക. അന്നേരം അമാലിലേക്ക് പറഞ്ഞത് ഇപ്പൊ കയറി ചെല്ലാൻ നല്ല ചാൻസാന്ന് പറഞ്ഞു. അതിനാ
ആണ്ട് അവരെണ്ണം തോത്രവും പറയുന്നില്ല, കുത്തിയിരുന്ന് ഉറങ്ങുന്നു, പുറകെ കൂടെ അടിച്ച് നിരത്താൻ പറഞ്ഞു. അങ്ങനെ അമാലിലേക്ക് പുറകെ കൂടെ കയറി വന്നപ്പോൾ മോശയ്ക്കൊരു കാര്യം പിടികിട്ടി, ഇത് പരുവക്കേടാ. മോശ പെട്ടെന്ന് യോശുവയെ പറഞ്ഞ് പടക്കടത്തിലോട്ട് വിട്ടിട്ട് അഹരോനെയും ഹൂറിനെയും കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് മുടക്കാൻ. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ദീർഘദിവസങ്ങളായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് വീണ്ടും പ്രബോധിപ്പിക്കുക, പ്രാർത്ഥന മുടക്കരുത്, ആരാധന മുടക്കരുത്, ഉപവാസം മുടക്കരുത്, പക്ഷപാത പ്രാർത്ഥന മുടക്കരുത്. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, അമാലിക്കന്റെ ശക്തികൾ തകരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. യോശുവയെ യുദ്ധക്കളത്തിലോട്ട് വിട്ടിട്ട് അഹരോനെയും ഹൂറിനെയും കൂട്ടി. അഹരോൻ മോശയുടെ ജ്യേഷ്ഠനും ഹൂര് മോശയുടെ അളിയനാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, അളിയനെയും ചേട്ടനെയും പിടിച്ച് കുന്നിൻ മുകളിലോട്ട് കയറി പ്രാർത്ഥനയ്ക്ക് മുടക്കി. മോശ കുറെ നേരം പ്രാർത്ഥിച്ചു. അമാലിക്കിന് പരാജയം വരുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി, എൻ്റെ ഭാഷയാ, മയപ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാ നമ്മൾ വായിച്ച കുറുവാക്യം, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ ഒരു കാര്യം പറയാ, വിശുദ്ധന്മാരെവിടെ കരമുയർത്തി പ്രാർത്ഥിക്കും അവിടെ ജയമുണ്ട്. നിന്റെ വീട്ടിൽ ചിലപ്പം അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണും, പലരും കാണും. പക്ഷെ വീട്ടിൽ എല്ലാവരും ഒന്നും കരം പൊക്കി പ്രാർത്ഥിക്കാൻ ഇല്ലെങ്കിൽ നീ ഒരു സഹോദരിയെ കാണുമ്പോൾ കരമുയർത്തി പ്രാർത്ഥിക്കാൻ മതി. നീ നിമിത്തം നിന്റെ കുടുംബത്തിന് വിടുതല. എൻ്റെ പ്രിയമാന്യ സഹോദരന്മാരെ, നിന്റെ വീട്ടിൽ എല്ലാവരും ഒന്നും കൈപൊക്കി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കും ഇരുന്ന് കരമുയർത്തുന്നത് മതി. നീ നിമിത്തം നിന്റെ കുടുംബത്തിന് ജയമാ. സഭയ്ക്കകത്ത് ചിലപ്പോൾ എല്ലാവരും ഒന്നും കൈപൊക്കി പ്രാർത്ഥിക്കാൻ കാണുകയല്ല, എല്ലാവരും ഒന്നും കാണുകയല്ല. വേണ്ട, ഒരു 4-5 എണ്ണം കരമുയർത്തി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ സഭയ്ക്ക് ജയമാ. ദേശത്ത് അങ്കുലീഭരിതമായ ആൾക്കാരെ ഉള്ളു മതി. അവർ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ജയമുണ്ട്. ഇന്ന് രാത്രി ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. മോശെ കരമുയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിക്കും. ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ ദൈവം മാറ്റും. നിന്റെ തകർച്ചയെ ഇന്ന് രാത്രി മാറ്റും. നിന്റെ പരാജയത്തെ ഈ രാത്രി ജയമാക്കി തീർക്കാൻ പോകുക. എങ്ങനെ? പ്രാർത്ഥനയുടെ ആത്മാവിനാൽ. Praise the Lord. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, തളർന്നു പോകാതെ പ്രാർത്ഥിക്കണം, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഞാൻ ദീർഘമാക്കുന്നില്ല, വേഗത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോകുകയാണ്. മോശെ കരമുയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, രഹസ്യ പ്രാർത്ഥന മുടക്കരുത്, ഉപവാസ പ്രാർത്ഥന മുടക്കരുത്, സഭയുടെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന മുടക്കരുത്. നാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടാണ്, പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടണം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കുറച്ച് കഴിഞ്ഞ പ്രായമുള്ളയാളല്ലേ, മോശയുടെ കൈക്ക് ഭാരം, മോശയുടെ കൈക്ക് ഭാരം. 80 വയസ്സൊക്കെ കഴിഞ്ഞു. 80 കൂടുതലായി. 40 അവിടെ, 40 മരുഭൂമിയിലാണല്ലോ, അവിടെ മിദ്യാനിലും 40, 40, 80, പിന്നെ അങ്ങോട്ട് പോകുന്നത് ബാക്കി 40. അപ്പോൾ 80 ചിരുവാനമായി. പ്രായമല്ലേ. കുറേ നേരം കൈ പൊക്കിയപ്പോൾ കൈ കഴയ്ക്കുന്നു. അതങ്ങനെ സന്ധിയും ഞരമ്പും അസ്ഥിയും ധമനിയൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് കൈ കഴയ്ക്കും. നമ്മളിപ്പോൾ ചില കൺവെൻഷൻ ചെന്നാൽ ഡ്രില്ല് കളിപ്പിക്കുക. ഇപ്പം അത് കുറവായി. ഒരിടയ്ക്ക് ഭയങ്കര ഡ്രില്ല് എഴുന്നേൽപ്പിക്കുക, ഇരുത്തുക, കൈ വീശി വീശി ആട്ടി ആട്ടി ഒരിക്കൽ കൂടെ ശക്തിയോട് എന്തെല്ലാം വകുപ്പുകളാണ്. പണ്ടൊരു യോഗത്തിന് പോയ തള്ളയ്ക്ക് വായി തള്ള, ഞാൻ പറഞ്ഞ തള്ള അവിടെ ഇരിക്കുക, അവന് വട്ടാണ് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കേ, നിങ്ങൾ അവിടെ ഇരിക്കേ. അവൻ ചുമ്മാ തീറ്റ് നല്ല പൂണൻ്റെ തീറ്റി ഒന്ന് ചേർന്ന് ആടുക, ആളെ വയ്യാത്തത് അത് കുഴയുക, അത് കിടന്ന് ആട്ടെ. കുറേ നേരം കൈ പൊക്കിയപ്പോൾ കൈ കഴയ്ക്കുന്നു, കൈക്ക് ഭാരം. മോശയുടെ കൈ താഴുന്നു. അപ്പോൾ അമാലിലേക്ക് ജയിക്കുക. അപ്പം അഹരോനും ഹൂരും അപ്പുറം ഇപ്പുറം നിന്ന് കണ്ടപ്പോൾ കൈ കഴയ്ക്കുന്നു. അനിയൻ്റെ അളിയൻ്റെ ഉടനെ 2 പേരുടെ കണ്ണ് കാണിച്ചൊരു വലിയ കല്ല് കണ്ടു. 2 പേരുടെ ചെന്ന കല്ല് പിടിച്ച് സ്തോത്രം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടിട്ടേച്ച് അനിയനെ പിടിച്ച് കല്ലിലിരുത്തിയേച്ച് ഇടത്തും വലത്തും അപ്പുറം ഇപ്പുറം കൈ ഇങ്ങനെ താങ്ങിക്കൊടുത്തു. കൈ
അതിന് ഞാൻ പറഞ്ഞ കൂട്ടായ്മയുടെ വലങ്കരം. താങ്ങരുത് അളിയനിട്ട്. അളിയനെ കുറേ നാളായിട്ട് ഞാനൊന്ന് താങ്ങാനായിട്ട് ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തിയും ബലഹീനനെ അതല്ല. വലിയ കല്ല് കൊണ്ടിട്ട് അപ്പുറം ഇപ്പുറയും നിന്ന് അളിയൻ്റെ അനിയൻ്റെ കൈ ഭാരപ്പെട്ട രണ്ടുപേരും കൂടെ കൈ താങ്ങി, അങ്ങനെ കൈ ഉയർത്തി, അങ്ങനെ ജയം. എന്ന് പറഞ്ഞാൽ കൂട്ടുവേലക്കാരൻ ഒരാൾ ക്ഷീണിച്ചാൽ അവനെ തകർക്കുകയല്ല, കൈത്താങ്ങൽ കൊടുക്കണം. നിന്റെ കൂട്ടുവിശ്വാസി ഒരാൾക്കൊരു ക്ഷീണമെന്ന് തോന്നിയാൽ വേറെ രണ്ടുപേരും മാറിയിരുന്ന് കുരുക്കൊപ്പിക്കുകയല്ല, രണ്ടുപേരൂടെ ചെന്ന് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കണം. ഒരു വീട്ടിലൊരു പ്രയാസമുണ്ടായി, ഉടനെ ഇത് വന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ദൈവാത്മാവിനോട് പറഞ്ഞതാ ഇത് വരുമെന്ന്. പിന്നെ അതാണോ അതിൻ്റെ മര്യാദ? അല്ല. അവൻ ആ കഷ്ടത്തിൽ കൂടെ, ഏത് വിഷയമാകട്ടെ, കഷ്ടത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ ചെല്ലണം. സഹോദരി ഭാരപ്പെടണ്ട, സഹോദര ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും, ദൈവത്താൽ കഴിയാ. ഇത് ഒരു വാക്ക് പറയുമ്പോൾ അവന് ധൈര്യമാണെന്ന്. ഇത് ചെല്ലുകയില്ല, മിണ്ടുകയില്ല. പണ്ടൊരാൾ പറഞ്ഞില്ല കണ്ണും തുറക്കുകയല്ല പാലും കുടിക്കുകയല്ലെന്ന് പറഞ്ഞ പോലെ. അത് പോട്ടെ, മാറിയിരുന്ന് കുരുക്കൊപ്പിക്കുക. കുരുക്ക ഉടനെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ മറ്റേ പുള്ളി ഇത് വന്നില്ലെങ്കിലേ ഉള്ളു. പിന്നെ വേറെ അടിയൊന്നും ആയില്ല വടിവെട്ടാൻ. അല്ലേ പ്രാർത്ഥിക്കുന്നവരായി കുരുക്കൊപ്പിക്കുന്നേ. അത് മര്യാദയല്ല. എന്ത് വിഷയവുമാകട്ടെ, ഏത് വിഷയവുമാകട്ടെ, നീ അതല്ല പറയേണ്ടത്. ചെല്ലണം. സഹോദരി ഭാരപ്പെടാതെ പ്രാർത്ഥിക്കാം. ഞങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിക്കാം. സഹോദര ഭാരപ്പെടാതെ ദൈവം വഴി തുറക്കും. കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കണം. അവനെ തകർക്കുകയല്ല, കൈത്താങ്ങൽ കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, തമ്മിൽ ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കൂട്ടുവിശ്വാസി ക്ഷീണിക്കുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തരുത്, തകർത്ത് കളയരുത്. അവന് വേണ്ടി പ്രാർത്ഥിച്ച് കൈത്താങ്കൾ കൊടുത്ത് അവനെ ബലപ്പെടരുത്. ഒറ്റ ചിന്ത അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു നിർത്തുക. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പം രണ്ടുപേര് താങ്ങാനുണ്ടായിരുന്നു. ആരാ? ഹൂരും അഹരോനും. എൻ്റെ ഭാഷ പറഞ്ഞ അളിയനും ചേട്ടനും താങ്ങാനുണ്ടായിരുന്നു. ഒരു കാര്യം പറയാം, ഇനി നിനക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിലും നീ ക്ഷീണിക്കരുത്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളും കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? പക്ഷേ അവരൊക്കെ എങ്ങനെ പോകുന്നു? അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ സെൻറ്ററിൽ ആളുണ്ട്, കേന്ദ്രത്തിൽ ആളുണ്ട്, പിന്നെ പ്രസ്പിറ്ററിയിൽ അവർക്ക് ആളുണ്ട്, പിന്നെ അവരുടെ ആൾക്കാരല്ല അമേരിക്കയിലും ഗൾഫ് രാജ്യത്ത്. അതുകൊണ്ട് അവർ നീ ചുമ്മാ ഊളത്തരം പറയരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. അത് ഏതായാലും വന്നതല്ലേ, കാലങ്ങ് പെരുക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം പറയാം, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നീ മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പെന്തിക്കോസ് വന്ന് എനിക്കിതിനകത്തൊരു പിടിയില്ല. എൻ്റെ അപ്പനോ വല്യപ്പനോ അമ്മാച്ചനോ ആമൻ ആരും ഇതിനകത്തില്ല. ഒരു നേതൃത്വത്തിലുമില്ല, സെൻറ്ററിലുമില്ല, ഇൻ്ററിലുമില്ല, ഉണ്ടറിലുമില്ല, ഒരു കുന്തത്തിനകത്തുമില്ല. ഒരു പിടിയില്ല. ആകെ ഒരു പിടിയുള്ളത് മേളില. അത് മതിയല്ലോ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട. വിരുദ്ധമായി വരുന്നതൊന്നും തുമേ ഭയന്നിട. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു അനിതാ. ഇതെന്തു ഭാഗ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നിനക്ക് കൈത്താങ്ങ തരാൻ ആരുമില്ലെങ്കിലും ക്ഷീണിക്കരുത്.
നീ തളർന്നു പോകരുത്. ദൈവത്തിന് മഹത്വം. ആ ചിന്ത നിങ്ങൾക്കറിയാം. യെരിഹോ കോട്ട പിടിക്കാൻ നേരത്ത് യെരിഹോ കോട്ട പിടിച്ചെടുത്ത്, പക്ഷേ ഹായി പട്ടണത്തിന്റെ മുൻപിൽ ചെന്ന് ഇവര് തോറ്റ് തുന്നം പാടി. അപ്പോൾ യോശുവ കവിണ്ണ് വീണു. ഹായി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റ് കവിണ്ണ് വീണപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കവിണ്ണ് വീഴണ്ട, ഇസ്രായേൽ പാപം ചെയ്തു. യോശുവ ആൾക്കാരെ പിടികൂടി. അങ്ങനെ യഹൂദാ ഗോത്രത്തിൽ, സർഗ്ഗകുലത്തിൽ, സബ്ദിയുടെ കുടുംബത്തിൽ, കർമ്മിയുടെ കുടുംബത്തിൽ ആകാനെ പിടിച്ച് കല്ലെറിഞ്ഞവനെ കൊന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ശുദ്ധീകരണം നടന്നു, ഇനിയിപ്പോ വിടുതല. യോശുവ പതിയിരിപ്പ് നിർത്തിയേച്ച് ഹായി പട്ടണത്തിന് നേരെ കയറി ചെന്നപ്പോൾ പട്ടണക്കാരെല്ലാം കൂടെ യോശുവയ്ക്ക് നേരെ വന്നപ്പോൾ പതിയിരുന്ന ജനം പട്ടണത്തിന് തീയിട്ടു. പുകച്ചുരുള് മേളിലോട്ടൊടുങ്ങി. ഹായി പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണം കത്തുന്നു. മുൻപിൽ യോശുവ. അപ്പൊ തമ്പുരാൻ യോശുവയോട് പറഞ്ഞൊരു പദമുണ്ട്, വായിപ്പിക്കുന്നില്ല. യോശുവയെ നിന്റെ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തുക. യോശുവ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തി. ആ 8-ാമത്തെ ആയത്തിന്റെ 18 കുന്തമെടുത്ത് ഏന്തി എന്നേ ഉള്ളൂ. എത്ര നേരം ഇങ്ങനെ നിന്നെന്നറിയാമോ? 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, വായിപ്പിക്കുന്നില്ല, ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ, അവൻ മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ 2 പേര് താങ്ങാനുണ്ട്. എന്നാൽ യോശുവ കുന്തവും പിടിച്ച് നിന്നിട്ട് ആരും താങ്ങാനുമില്ല, സഹായിക്കാനുമില്ല. പക്ഷെ കുന്തമിട്ടിട്ട് പോയില്ല. ആരെയും പള്ളു പറഞ്ഞില്ല. യോശുവ ക്ഷീണിച്ചില്ല. യോശുവ മടുത്തില്ല. ജയമുണ്ടാകുന്നത് വരെ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിലേക്ക്. അടുത്ത പദമുണ്ട്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ മോശയുടെ കൈക്ക് ഭാരം വന്ന 2 പേര് താങ്ങി. യോശുവ കുന്തം പിടിച്ചിട്ട് ആരും താങ്ങാനില്ല, ഇട്ടിട്ട് പോയില്ല, ക്ഷീണിച്ചില്ല. കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, ദൈവം തമ്പുരാൻ യോശുവയോട് പറഞ്ഞു, പിന്നെ യോശുവയെ ഒരു കാര്യം പറയാം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കണം. മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ ആരും സഹായത്തിനില്ലെങ്കിലും ഒത്താശക്കില്ലെങ്കിലും നിനക്ക് ആര് ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ മുടിഞ്ഞു പോകാൻ, നശിക്കുവാൻ, തകർന്നു പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ കൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൊണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ കൂടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനർത്ഥ ദിവസത്തിൽ നിന്നെ കൂടാരത്തിൽ ലഭിക്കും. തിരുനിവാസത്തിന്റെ മറവ് നിന്നെ മറയ്ക്കും. ഭയങ്കരമാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കറ്റത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റ് ശരണമായി നിന്നെ മറയ്ക്കുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ സംരക്ഷിക്കുന്ന ദൈവം, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. ആമേൻ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് ഇന്ന് രാത്രി ഞങ്ങൾ വരിക. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു എന്റെ യേശു. ഓ മുൻപിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നും, ഓ നീണ്ട മരുഭൂമിയിലുള്ള കൈകൾ താങ്ങിടോ. യേശു നല്ലവൻ, എന്റെ യേശു നല്ല. ഓ യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടുക. യേശു നല്ലവൻ, അതെ എന്റെ യേശു. എന്റെ യേശു ഓ കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടോ. നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടോ. വീട്ടിലെത്തുവോളം പോയി മുഖത്തെ നോക്കിടോ. യേശു നല്ലവൻ, എന്റെ യേശു നല്ല. ഓ
കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടൂ. നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടൂ. വീട്ടിലെത്തുവോളം താൻ മുഖത്തെ നോക്കി ഓ യേശു എന്റെ യേശു എന്റെ യേശു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഈ മകനീയമായ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതൻ സഹപടനായിരിക്കുന്ന ആദരണീയ കർത്തൃദാസൻ അജി പുത്തൂരിനും ഈ മാന്യ സഭയ്ക്കും ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർ വിശേഷിച്ച് കൊച്ചുമം പാസ്റ്ററിൻ്റെ സ്നേഹിതനാണ്. മറ്റ് കർത്തൃദാസന്മാരുണ്ട്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. കൂടപ്പെട്ടവരുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിൽ വെളിയിലേക്ക് യാത്രയുണ്ട്, കൺവെൻഷനുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുമ്പോൾ എന്നെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാ മാതാക്കളോടും പിതാക്കന്മാരോടും കർത്തൃദാസന്മാരോടും കുഞ്ഞുങ്ങളോടും വിനീതമായിട്ട് അപേക്ഷിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.